നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ച വർഷം 1822. ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ നിർമ്മിച്ച വർഷം 1822. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ജെർമേനിയം, സിലിക്കൺ. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് ജെർമേനിയം, സിലിക്കണും. മൈക്രോ പ്രോസസർ ഫ്രീക്വൻസി അറിയപ്പെടുന്ന മറ്റൊരു പേര് ക്ലോക്ക് സ്പീഡ്. മൈക്രോ പ്രോസസർ ഫ്രീക്വൻസി അറിയപ്പെടുന്ന മറ്റൊരു പേര് ക്ലോക്ക് സ്പീഡ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സിഗ്നലുകൾ അയക്കുന്നതിന് വേണ്ടിയുള്ള ബസ് കൺട്രോൾ ബസ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സിഗ്നലുകൾ അയക്കുന്നതിന് വേണ്ടിയുള്ള ബസ് കൺട്രോൾ ബസ്. ബാഹ്യ ഉപകരണങ്ങളെയെല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പോർട്ടുകൾ. ബാഹ്യ ഉപകരണങ്ങളെയെല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പോർട്ടുകൾ. UPSന്റെ പൂർണ്ണരൂപം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. UPSന്റെ പൂർണ്ണരൂപം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഭാഗം CPU. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഭാഗം CPU. CPUവിനെയും RAM യൂണിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ് സിസ്റ്റം ബസ്. CPUവിനെയും RAM യൂണിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ് സിസ്റ്റം ബസ്. ഹാർഡ് ഡിസ്കിന്റെ സംഭരണ ശേഷി അളക്കുന്ന യൂണിറ്റ് ടെറാബൈറ്റ്. ഹാർഡ് ഡിസ്കിന്റെ സംഭരണ ശേഷി അളക്കുന്ന യൂണിറ്റ് ടെറാബൈറ്റ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കൂടാതെയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന പെട്ടി ക്യാബിനറ്റ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കൂടാതെയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന പെട്ടി ക്യാബിനറ്റ്. മോണിറ്ററുകൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ VGA അഡാപ്റ്റർ. മോണിറ്ററുകൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ VGA അഡാപ്റ്റർ. ലേസർ പ്രിന്റർ ആദ്യമായി അവതരിപ്പിച്ചത് IBM. ലേസർ പ്രിന്റർ ആദ്യമായി അവതരിപ്പിച്ചത് IBM. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് IBMന്റെ പൂർണ്ണരൂപം. ലേസർ പ്രിന്റർ ആദ്യമായി അവതരിപ്പിച്ചത് IBM. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് പൂർണ്ണരൂപം. കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ജെയിംസ് T. റസൽ. കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ജെയിംസ് T. റസൽ. ദൃശ്യപ്രകാശത്തെ ആസ്പദമാക്കിയുള്ള വയർലെസ് സാങ്കേതിക വിദ്യ ലൈഫൈ. ദൃശ്യപ്രകാശത്തെ ആസ്പദമാക്കിയുള്ള വയർലെസ് സാങ്കേതിക വിദ്യ ഏത്? ലൈഫൈ. ആദ്യത്തെ ആനിമേറ്റഡ് ന്യൂസ് റീഡർ അനനോവ. ആദ്യത്തെ ആനിമേറ്റഡ് ന്യൂസ് റീഡർ അനനോവ. RAM ഏതിന്റെ ഭാഗമാണ്? CPU. RAM അതായത് റാൻഡ് ആക്സസ് മെമ്മറി എന്നത് CPUവിന്റെ ഭാഗമാണ്. ഏതെങ്കിലും കാരണത്താൽ ഹാർഡ് ഡിസ്കുകൾ പ്രവർത്തനരഹിതമായാൽ ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പകർപ്പെടുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഏതെങ്കിലും കാരണത്താൽ ഹാർഡ് ഡിസ്കുകൾ പ്രവർത്തനരഹിതമായാൽ ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പകർപ്പെടുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനഃക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനഃക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് സോഫിയ, സൗദി അറേബ്യയിലാണ് കേട്ടോ. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ടാണ് സോഫിയ. ഡാറ്റ പ്രോസസ്സിങ്ങിനു വേണ്ടി പ്രോസസർ എടുക്കുന്നതോ പ്രോസസ്സിങ്ങിന് ശേഷം കൊടുക്കേണ്ടതോ ആയ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്ന രജിസ്റ്റർ മെമ്മറി ബഫർ രജിസ്റ്റർ. ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രോസസർ എടുക്കുന്നതോ പ്രോസസ്സിങ്ങിന് ശേഷം കൊടുക്കേണ്ടതോ ആയ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ് മെമ്മറി ബഫർ രജിസ്റ്റർ. വലിയ ഫയലുകളെ ചുരുങ്ങിയ സംഭരണ സ്ഥലങ്ങളിലേക്ക് ചുരുക്കുന്നതിനുള്ള ഉപാധി കംപ്രഷൻ ടൂൾസ്. വലിയ ഫയലുകളെ ചുരുങ്ങിയ സംഭരണ സ്ഥലങ്ങളിലേക്ക് ചുരുക്കുന്നതിനുള്ള ഉപാധിയാണ് കംപ്രഷൻ ടൂൾസ്. മനുഷ്യഭാഷ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ആശയവിനിമയത്തിന് ആദ്യം വികസിപ്പിച്ചെടുത്ത സമ്പ്രദായം
അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആസ്കി. മനുഷ്യഭാഷ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ആശയവിനിമയത്തിന് ആദ്യം വികസിപ്പിച്ചെടുത്ത സമ്പ്രദായമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അതായത് ആസ്കി. ആധുനിക പ്രിന്ററുകളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പേജ് പെർ മിനിറ്റ് PPM. ആധുനിക പ്രിന്ററുകളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പേജ് പെർ മിനിറ്റ് PPM. എന്താണ് ചാറ്റ് ബോട്ട്? ഉപഭോക്താവിന്റെ ആവശ്യം ചോദിച്ചറിഞ്ഞ് മറുപടി നൽകുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ആശയവിനിമയ സംവിധാനമാണ് ചാറ്റ് ബോട്ട്. ഉപഭോക്താവിന്റെ ആവശ്യം ചോദിച്ചറിഞ്ഞ് മറുപടി നൽകുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ആശയവിനിമയ സംവിധാനമാണ് ചാറ്റ് ബോട്ട്. ഫ്ലോപ്പി ഡിസ്ക് ആദ്യമായി അവതരിപ്പിച്ച കമ്പനി IBM. ഫ്ലോപ്പി ഡിസ്ക് ആദ്യമായി അവതരിപ്പിച്ച കമ്പനി IBM. ഫ്ലോപ്പി ഡിസ്ക് ഏത് ഡ്രൈവിലാണ് ഉപയോഗിക്കുന്നത്? എ ഡ്രൈവ്. ഫ്ലോപ്പി ഡിസ്ക് എ ഡ്രൈവിലാണ് ഉപയോഗിക്കുന്നത്. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗമേറിയ മെമ്മറി കാഷ്യ. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗമേറിയ മെമ്മറിയാണ് കാഷ്യ. വൈഫൈ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന തരംഗം റേഡിയോ തരംഗം. വൈഫൈ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന തരംഗം റേഡിയോ തരംഗം. പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിലെ ഉപയോഗത്തിന് പ്രസിദ്ധമായ പ്രിന്റർ തെർമൽ പ്രിന്റർ. പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിലെ ഉപയോഗത്തിന് പ്രസിദ്ധമായ പ്രിന്റർ ആണ് തെർമൽ പ്രിന്റർ. ലോകത്തിലെ എല്ലാ ഭാഷകളിലും അക്ഷരങ്ങളും അക്കങ്ങളും രേഖപ്പെടുത്താവുന്ന വിപുലമായ കോഡ് അറിയപ്പെടുന്ന പേര് യൂണിക്കോഡ്. ലോകത്തിലെ എല്ലാ ഭാഷകളിലും അക്ഷരങ്ങളും അക്കങ്ങളും രേഖപ്പെടുത്താവുന്ന വിപുലമായ കോഡ് അറിയപ്പെടുന്ന പേര് യൂണിക്കോഡ്. ആസ്കിയിൽ ആസ്കിന്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ആസ്കിയിൽ ആദ്യം എത്ര അക്ഷര പ്രതീകങ്ങൾ ഉണ്ടായിരുന്നു? 256. ആസ്കിയിൽ ആദ്യം 256 അക്ഷര പ്രതീകങ്ങൾ ഉണ്ടായിരുന്നു. ലോജിക്കൽ മെമ്മറിയെ ഒരേ വലിപ്പത്തിലുള്ള പേജുകളായി വിഭജിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? പേജുകൾ. ലോജിക്കൽ മെമ്മറിയെ ഒരേ വലിപ്പത്തിലുള്ള പേജുകളായി വിഭജിക്കുന്നതിനെ പേജുകൾ എന്നാണ് വിളിക്കുന്നത്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്നതിന്റെ പേര് ഹാഗിംഗ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്നതിന്റെ പേരാണ് ഹാഗിംഗ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലും ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI. ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലും ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ആണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? GUI. MS വേർഡിൽ ലഭ്യമായ ഡിഫോൾട്ട് ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ. MS വേർഡിൽ ലഭ്യമായ ഡിഫോൾട്ട് ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ. ഏത് നഗരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഫോണ്ട് സൃഷ്ടിക്കപ്പെട്ടത്? ദുബായ്. ദുബായ് എന്ന നഗരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഫോണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത അക്ഷരം എവിടെയാണ് പതിയാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന മാർക്കറാണ് കഴ്സർ. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത അക്ഷരം എവിടെയാണ് പതിയാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന മാർക്കറാണ് കഴ്സർ. കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. എന്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടറിന്റെ റെസൊല്യൂഷൻ പ്രഖ്യാപിക്കുന്നത്? പിക്സൽ. പിക്സൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടറിന്റെ റെസൊല്യൂഷൻ പ്രഖ്യാപിക്കുന്നത്. ഏത് ബട്ടണിലാണ് ഹെൽപ്പ് മെനു? സ്റ്റാർട്ട് എന്ന ബട്ടണിലാണ് ഹെൽപ്പ് മെനു. ഒരു യൂസറിന്റെ ഫയലുകളും ഡാറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. ഒരു യൂസറിന്റെ ഫയലുകളും ഡാറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. ഒരു മെഗാബൈറ്റ് എത്ര ബൈറ്റിന് സമമാണ്? 10 ലക്ഷം. ഒരു മെഗാബൈറ്റ് 10 ലക്ഷം ബൈറ്റിന് സമമാണ്. കമ്പ്യൂട്ടർ റീഫ്രഷ് ചെയ്യാനുള്ള ഷോർട്ട് കീ F5. കമ്പ്യൂട്ടർ റീഫ്രഷ് ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് F5. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി അറിയപ്പെടുന്നത് ആൻഡ്രോയിഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി അറിയപ്പെടുന്നത് ആൻഡ്രോയിഡ്. ഡോക്യുമെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കും മുമ്പ് അത് സ്ക്രീനിൽ കാണുന്നതിനുള്ള ഉപാധിയാണ് പ്രിന്റ് പ്രിവ്യൂ. ഡോക്യുമെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കും മുമ്പ് അത് സ്ക്രീനിൽ കാണുന്നതിനുള്ള ഉപാധിയാണ് പ്രിന്റ് പ്രിവ്യൂ.
അരിത്മെറ്റിക് ലോജിക് പ്രവർത്തനങ്ങൾക്കായി കമ്പ്യൂട്ടറിലെ ലോക്കൽ സ്റ്റോറേജ് ഏരിയ രജിസ്റ്റർ. അരിത്മെറ്റിക് ലോജിക് പ്രവർത്തനങ്ങൾക്കായി കമ്പ്യൂട്ടറിലെ ലോക്കൽ സ്റ്റോറേജ് ഏരിയയാണ് രജിസ്റ്റർ. F7 കീയുടെ ഉപയോഗം. ചെക്കിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആൻഡ് ഗ്രാമർ. F7 കീയുടെ ഉപയോഗം എന്ന് പറയുന്നത് ചെക്കിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആൻഡ് ഗ്രാമർ. കമ്പ്യൂട്ടറിനോടുള്ള പേടി സൈബർ ഫോബിയ. കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ ഫോബിയ. ഒന്നിലധികം ഉപയോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സംവിധാനമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓരോ ഉപയോക്താവും ഏത് പേരിൽ അറിയപ്പെടുന്നു? യൂസർ. ഒന്നിലധികം ഉപയോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സംവിധാനമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓരോ ഉപഭോക്താവും അല്ലെങ്കിൽ ഓരോ ഉപയോക്താവും യൂസർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് ASCII. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് ASCII. കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ അപ്ലിങ്ക്. കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയയാണ് അപ്ലിങ്ക്. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വിവരശേഖരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം ബൈറ്റ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വിവരശേഖരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ബൈറ്റ്. ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ്. ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ്. മൾട്ടിമീഡിയ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ. മൾട്ടിമീഡിയ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. മാറ്ററിന്റെ തുടക്കത്തിലേക്ക് കഴ്സർ ചലിപ്പിക്കുന്നതിനുള്ള കീ ഹോം. മാറ്ററിന്റെ തുടക്കത്തിലേക്ക് കഴ്സർ ചലിപ്പിക്കുന്നതിനുള്ള കീയാണ് ഹോം. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ. ഒരു യൂസറിന്റെ യൂസർ നെയിം പാസ്വേഡ് എന്നിവ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ പാസ്വേഡ് സ്നിഫർ. ഒരു യൂസറിന്റെ യൂസർ നെയിം പാസ്വേഡ് എന്നിവ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് പാസ്വേഡ് സ്നിഫർ. ഒരു കിലോ ബൈറ്റ് 1024 ബൈറ്റ് ആണ്. ഒരു കിലോ ബൈറ്റ് 1024 ബൈറ്റ് ആണ്. ഒരു ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ അക്കത്തെയും ബൈനറി നമ്പറാക്കി മാറ്റാനുള്ള കോഡിംഗ് സിസ്റ്റമാണ് ബൈനറി കോഡഡ് ഡെസിമൽ. ഒരു ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ അക്കത്തെയും ബൈനറി നമ്പറാക്കി മാറ്റാനുള്ള കോഡിംഗ് സിസ്റ്റമാണ് ബൈനറി കോഡഡ് ഡെസിമൽ. വിവര കൈമാറ്റത്തിൽ GPRS എന്നത് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. വിവര കൈമാറ്റത്തിൽ GPRS എന്നത് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾക്ക് എടുക്കേണ്ട ലൈസൻസ് ജനറൽ പബ്ലിക് ലൈസൻസ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾക്ക് എടുക്കേണ്ട ലൈസൻസ് ആണ് ജനറൽ പബ്ലിക് ലൈസൻസ്. ജിബ് സോഫ്റ്റ്വെയറിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം വിൽബർ. ജിബ് സോഫ്റ്റ്വെയറിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം വിൽബർ. പ്രോഗ്രാമിംഗ് ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനുകളെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രങ്ങൾ അറിയപ്പെടുന്ന പേര് ഐക്കൺ. പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനുകളെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഐക്കൺ. ഡോക്യുമെന്റുകൾ ഡീഫോൾട്ടായി പ്രിന്റ് ചെയ്യുന്നത് ഏത് മോഡലിലാണ്? പോർട്രൈറ്റ്. ഡോക്യുമെന്റുകൾ ഡിഫോൾട്ടായി പ്രിന്റ് ചെയ്യുന്നത് പോർട്രൈറ്റ് മോഡിലാണ്. പവർ പോയിന്റിലെ പ്രാഥമിക ഫയലാണ് പ്രസന്റേഷൻ. പവർ പോയിന്റിലെ പ്രാഥമിക ഫയൽ അറിയപ്പെടുന്നത് പ്രസന്റേഷൻ. മറ്റു ഉപഭോക്താക്കളുടെ ഫയലുകളും വിവരങ്ങളും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. മറ്റു ഉപഭോക്താക്കളുടെ ഫയലുകളും വിവരങ്ങളും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയ സ്നൂപ്പിംഗ്. ഒരു ഫയലിന്റെ വലുപ്പത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി കംപ്രഷൻ. ഒരു ഫയലിന്റെ വലുപ്പത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് കംപ്രഷൻ. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. ഒരു കംപ്രസ്ഡ് ഫയലിനെ വലുതാക്കി അതിന്റെ യഥാർത്ഥ ഫയൽ സൈസിലേക്ക് പുനഃസ്ഥാപിക്കുന്ന രീതി ഡീകംപ്രഷൻ. ഒരു കംപ്രസ്ഡ് ഫയലിനെ വലുതാക്കി അതിന്റെ യഥാർത്ഥ ഫയൽ സൈസിലേക്ക് പുനഃസ്ഥാപിക്കുന്ന രീതിയാണ് ഡീകംപ്രഷൻ. വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ കോബോൾ.
വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായം ബൈനറി. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായ സംഖ്യാ സമ്പ്രദായം ബൈനറി. ജാവയുടെ ആദ്യ പേര് ഓക്ക്. ജാവയുടെ ആദ്യ പേര് ഓക്ക്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ജാവ. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് ജാവ. ലോഗിൻ നെയിമും പാസ്വേഡും വെരിഫൈ ചെയ്യുന്ന പ്രക്രിയയുടെ പേര് ഒതന്റിഫിക്കേഷൻ. ലോഗിൻ നെയിമും പാസ്വേഡും വെരിഫൈ ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ഒതന്റിഫിക്കേഷൻ. 1911 കമ്പ്യൂട്ടിംഗ്, ടാബുലേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് കമ്പനി എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം IBM എന്ന പേര് സ്വീകരിച്ച വർഷം 1924. 1911 കമ്പ്യൂട്ടിംഗ്, ടാബുലേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് കമ്പനി എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം IBM എന്ന പേര് സ്വീകരിച്ച വർഷം 1924. അൽഗോരിതത്തിന്റെ ചിത്രം വഴി പ്രതിനിധാനം ചെയ്യുന്ന രീതി ഫ്ലോ ചാർട്ട്. അൽഗോരിതത്തിനെ ചിത്രം വഴി പ്രതിനിധാനം ചെയ്യുന്ന രീതിയാണ് ഫ്ലോ ചാർട്ട്. ആസ്കി കോഡിംഗ് സിസ്റ്റത്തിലെ ക്യാരക്ടറുകളുടെ എണ്ണം 1024. ആസ്കി കോഡിംഗ് സിസ്റ്റത്തിലെ ക്യാരക്ടറുകളുടെ എണ്ണം 1024. ഇലക്ട്രോണിക് റെക്കോർഡുകളെ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ എൻക്രിപ്ഷൻ. ഇലക്ട്രോണിക് റെക്കോർഡുകളെ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ എൻക്രിപ്ഷൻ. എക്സൽ എന്ന പ്രോഗ്രാമിൽ ഡാറ്റ ചേർക്കുന്ന അടിസ്ഥാന യൂണിറ്റ് സെല്ല്. എക്സൽ എന്ന പ്രോഗ്രാമിൽ ഡാറ്റ ചേർക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആണ് സെല്ല്. ഒരു നിബിൾ എത്ര ബിറ്റാണ്? 4. ഒരു നിബിൾ 4 ബിറ്റാണ്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്സ് ആണ് അൽഗോരിതം. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്സ് ആണ് അൽഗോരിതം. ഒരു വർക്ക്ഷീറ്റിലെ കോളങ്ങളുടെ എണ്ണം 256. ഒരു വർക്ക്ഷീറ്റിലെ കോളങ്ങളുടെ എണ്ണം 256. കഴ്സർ എന്ന വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കഴ്സർ എന്ന വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് അനുയോജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭാഷ സംസ്കൃതം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് അനുയോജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭാഷയാണ് സംസ്കൃതം. ഹാഫ് ബൈറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് നിബിൾ. ഹാഫ് ബൈറ്റ് എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിബിൾ. ഹാർഡ് ഡിസ്കിനെ ട്രാക്സും സെക്ടേഴ്സുമായി വിഭജിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഫോർമാറ്റിംഗ്. ഹാർഡ് ഡിസ്കിനെ ട്രാക്സും സെക്ടേഴ്സുമായി വിഭജിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഒരു പ്രോഗ്രാമിലെ തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഡീബഗ്ഗിംഗ്. ഒരു പ്രോഗ്രാമിലെ തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിംഗ്. കമ്പ്യൂട്ടർ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം യൂണിറ്റിനകത്ത് നടക്കുന്ന ആദ്യ പ്രക്രിയ പോസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞാല് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. കമ്പ്യൂട്ടർ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം യൂണിറ്റിനകത്ത് നടക്കുന്ന ആദ്യ പ്രക്രിയ പോസ്റ്റ്. പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണരൂപം പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. കമ്പ്യൂട്ടർ ഫയലിന്റെ പേരിന്റെ എക്സ്റ്റൻഷന് എത്ര അക്ഷരങ്ങൾ ഉപയോഗിക്കണം? 3. കമ്പ്യൂട്ടർ ഫയലിന്റെ പേരിന്റെ എക്സ്റ്റൻഷന് 3 അക്ഷരങ്ങൾ ഉപയോഗിക്കണം. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ബൈനറി സമ്പ്രദായം. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സമ്പ്രദായം. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിനും ഡിസ്കണക്ട് ചെയ്യുന്നതിനും കഴിയുന്ന രീതിയെ പറയുന്ന പേരാണ് ഹോട്ട് സ്വാപ്പബിൾ. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിനും ഡിസ്കണക്ട് ചെയ്യുന്നതിനും കഴിയുന്ന രീതിയെ പറയുന്ന പേരാണ് ഹോട്ട് സ്വാപ്പബിൾ. ബാർകോഡിലെ ആദ്യ 3 അക്കങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? രാജ്യം. ബാർകോഡിലെ ആദ്യ 3 അക്കങ്ങൾ രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ബാർകോഡ് ഏത് രാജ്യത്താണ് പേറ്റന്റ് ചെയ്തത്? USA. ബാർകോഡ് USAയിലാണ് പേറ്റന്റ് ചെയ്തത്. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം ചൂയിംഗം. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം ചൂയിംഗം. ഇന്ത്യയെ സൂചിപ്പിക്കുന്ന ബാർകോഡിലെ നമ്പർ 890. ഇന്ത്യയെ സൂചിപ്പിക്കുന്ന ബാർകോഡിലെ നമ്പറാണ് 890. ഒപ്റ്റിക്കലായി വായിക്കാവുന്ന നേർത്തതും കട്ടിയുള്ളതുമായ വരകൾ അടങ്ങിയ കോഡുകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ബാർകോഡ്. ഒപ്റ്റിക്കലായി വായിക്കാവുന്ന നേർത്തതും കട്ടിയുള്ളതുമായ വരകൾ അടങ്ങിയ കോഡുകളെ ബാർകോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് കവർ ചെയ്യാം. ചുരുക്കരൂപങ്ങൾ കേട്ടോ. ATMന്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ.
ATM ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അർപ്പാനെറ്റിന്റെ പൂർണ്ണരൂപം എന്താ? അഡ്വാൻസ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. നമ്മൾ ആദ്യം പറയുന്നത് ചുരുക്കരൂപങ്ങള്, അതിന്റെ ഒപ്പം തന്നെ ചുരുക്കരൂപങ്ങളുടെ ഒപ്പാണ് പൂർണ്ണരൂപം പറയുന്നത് കേട്ടോ. അർപ്പാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. BMP ബിറ്റ് മാപ്പ്. BMP ബിറ്റ് മാപ്പ്. BIOS ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. BIOS ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. CDMA എന്ന് പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. CC കാർബൺ കോപ്പി. CC കാർബൺ കോപ്പി. CCTV ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. CCTV ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. CDR കോമ്പാക്ട് ഡിസ്ക് റെക്കോർബിൾ. CDR കോമ്പാക്ട് ഡിസ്ക് റെക്കോർബിൾ. കോബോളിന്റെ പൂർണ്ണരൂപം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. CDRW അതിന്റെ പൂർണ്ണരൂപം കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. CDRW എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. CD യുടെ പൂർണ്ണരൂപം കോമ്പാക്ട് ഡിസ്ക്. CD യുടെ പൂർണ്ണരൂപം കോമ്പാക്ട് ഡിസ്ക്. MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. MICR എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. CAPTCHA എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ടൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട്. CAPTCHA എന്ന് പറഞ്ഞാൽ എന്താ? CAPTCHA എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ടൂറിംഗ് ടെസ്റ്റ്. Completely automated public Turing test to tell computers and human apart. DBMS ന്റെ പൂർണ്ണരൂപം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡിവിഡിയുടെ പൂർണ്ണരൂപം എന്താ? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. DVD എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അടുത്തത് നോക്കാം. ഇപ്രോം എന്ന് പറഞ്ഞാൽ എന്താ? ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇപ്രോം എന്ന് പറയുന്നത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. EDP ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ്. EDP ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ്. ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ. ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. എർനെറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക്. എർനെറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക്. ഫോർട്രാൻ ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർട്രാൻ ഫോർമുല ട്രാൻസ്ലേഷൻ. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്. GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്. ജിഫിന് വേറെ ഉണ്ട് കേട്ടോ. GIF എന്നും പറയും. ജിഫിന് GIF എന്ന് പറയും. ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. HTML ന്റെ പൂർണ്ണരൂപം എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. IBM ന്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. IVR ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ്. IVR ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ്. JPG എന്താ? ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്സ് ഗ്രൂപ്പ്. JPG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്സ് ഗ്രൂപ്പ്. IMEI നമ്പർ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ. IMEI നമ്പർ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ. IMSI നമ്പർ ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി നമ്പർ. IMSI നമ്പർ ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി നമ്പർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.